الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد فعن سلمان الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم وهو شهر الصبر والصبر ثوابه الجنة من فطر فيه صائما كان له مغفرة لذنوبه وعتق رقبته من النار وكان له مثل أجره من غير أن ينتقص من أجره شيء ومن أشبع صائما سقاه الله من حوض شربة لا يضمع حتى يدخل الجنة رواه الإمام البيهقي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്ര റമളാനിന്റെ ഒരു പ്രഭാതത്തിൽ സ്വർഗവാതിലുകൾ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രണ്ട് വിഷയത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസിന്റെ ഭാഗമാണ് കേൾപ്പിച്ചത്. ഒരൽപ്പം ദീർഘമുള്ള ഹദീസിന്റെ പൂർണ്ണ വായന ഒഴിവാക്കി പോയിന്റ് മാത്രം നിങ്ങളെ കേൾപ്പിച്ചതാണ്. സുപ്രസിദ്ധ സഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അവരാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വർഷം റമളാനിന്റെ തലേന്ന് തിരുനബി സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി അവിടത്തേക്ക് വരാനിരിക്കുന്ന വന്നണയുന്ന റമളാനിനെ കുറിച്ചിട്ടുള്ള ചിത്രം അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു. ആ കൂട്ടത്തിൽ റമളാനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്. അല്ലാഹുവിന്റെ ദൂതർ വഹുവ ശഹ്റുസ് സബ്രി, റമളാൻ ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു, ക്ഷമയാകട്ടെ, സവാബുൽ ജന്ന, അതിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗവുമാണ്. അപ്പൊ ക്ഷമ, അതിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗം. അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ്, അതിലേക്കുള്ളൊരു വാതിലാണ് ക്ഷമിക്കുക എന്നതാണ്. പക്ഷെ ആ ക്ഷമയെ നോമ്പുമായി ബന്ധപ്പെടുത്തിയത് എങ്ങനെ? നോമ്പിന് ക്ഷമ ഉണ്ടാകണം, അല്ലെങ്കിൽ പൂർണ്ണമായി നോമ്പ് നോറ്റ് കൂട്ടാൻ കഴിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയാദികളോ സ്ഥൂല വസ്തുക്കളോ അകത്ത് കടക്കാതെ അവൻ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് കഴിയണം. അതുകൊണ്ട് നല്ല ക്ഷമ ഉണ്ടാവണം, എങ്കിലേ അവർക്ക് നോമ്പ് വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നോമ്പ് റമളാൻ അത് ക്ഷമയുടെ മാസമാണ്. മാസം ഫുള്ള് ക്ഷമയോടുകൂടെ കഴിയണം. മാത്രമല്ല, ആ മാസത്തിൽ സാധാരണ നിർവഹിക്കുന്ന നിസ്കാരങ്ങൾക്ക് പുറമെ സ്പെഷ്യലായി ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കൂടുമ്പോ നമുക്ക് ക്ഷമ നല്ലോണം വേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തി, അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയാകട്ടെ, അതിനുള്ള പ്രതിഫലം സ്വർഗവുമാണ്. 3-4 വിഷയങ്ങളിൽ നമ്മുടെ ക്ഷമ വരേണ്ടതുണ്ട്. ഒന്ന്, ഈ പറയപ്പെട്ടപ്പോൾ നോമ്പിന് ക്ഷമ വേണം എന്നതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച ആരാധന മുറകൾ അത് വേണ്ടതുപോലെ നിർവഹിക്കുന്നിടത്തിലെല്ലാം ക്ഷമ വേണം. ഹജ്ജിന് പോവുകയാണ്, ഹജ്ജ് എന്ന ഇബാദത്ത് നിർവഹിക്കും, ക്ഷമ വേണം. നിസ്കരിക്കുകയാണ്, അത് വേണ്ടതുപോലെ ആക്കി തീർക്കണമെങ്കിൽ നല്ലോണം പഠിച്ച് സാവകാശം അത് ചെയ്യണം, ക്ഷമ വേണം. ഏത് അള്ളാന്റെ കൽപ്പനയുള്ള ഏത് വിഷയവും നിർവഹണത്തിൽ വരുമ്പോ ക്ഷമയുണ്ടാവണം. അപ്പൊ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമയുണ്ടാവണം. രണ്ടാമത്, അള്ളാഹു ചിലതൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹ് വെച്ച വസ്തുക്കൾ തന്നെ പലതും നിഷിദ്ധമാക്കി. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് അരുതുകൾ കുറയും. ഈ അരുതായ്മകൾ അതുമായി നമ്മൾ വിട്ടുനിന്ന് അള്ളാഹ് വിലക്കിയതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കണമെങ്കിൽ അതിനും വേണം ക്ഷമ. ഒരുപക്ഷെ അള്ളാഹു വിലക്കിയത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായിരിക്കും. അള്ളാഹു വിലക്കിയിട്ടുള്ള ആ കാര്യം നമുക്ക് മനസ്സിന് വല്ലാത്ത സംതൃപ്തി നൽകുന്നതോ ആനന്ദം നൽകുന്നതോ സമാധാനം തരുന്നതോ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നിട്ടും അള്ളാഹു വിലക്കിയത് എന്ന ആ ഒരു ചിന്തയിൽ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ക്ഷമ ഉണ്ടാവണം. തൊട്ടു മുന്നിൽ കിട്ടിയിരിക്കുന്നു ആ കാര്യം നമുക്ക് നിർവഹിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ നിഷിദ്ധമാക്കിയത്, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വെടിയാനും നമുക്ക് ക്ഷമ വേണം. മൂന്നാമത്, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ അവരുടെ ഗ്രേഡാണ്.
അള്ളാഹു അനുവദിച്ചതാണെങ്കിൽ പോലും അത്യാവശ്യത്തിന് മാത്രം അതെടുത്ത് അനുഭവിക്കുകയും ബാക്കിയെല്ലാം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു ത്യാഗം പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം. അതാണ് അമ്പിയാവുലിയാക്കന്മാരുടെ. അതിനും നല്ല ക്ഷമ വേണം. ഇന്നലെ രാത്രിയും അവതരിപ്പിച്ച ഒരു വിഷയം ഇതുമായി അല്പം ബന്ധമുള്ളത് തന്നെയാണ്. മുൻപന്തിയിലുള്ളവർ, അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവം എന്താ? ദുനിയാവിൽ അള്ളാഹ് ഹലാലാക്കിയത് തന്നെ വേണ്ട എന്ന് വെച്ച് പൂർണ്ണമായി അവർ ചുരുങ്ങി ജീവിക്കുകയാണ്. ആ രൂപത്തിൽ അള്ളാഹ് ഹലാലാക്കിയത് പോലും അത്യാവശ്യത്തിനുള്ളതല്ലാതെ ബാക്കി എല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ ദുനിയാവിന്റെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, അനുവദിക്കപ്പെട്ടത് തന്നെ ഉപേക്ഷിക്കണമെങ്കിൽ അതിനും നല്ല ക്ഷമ വേണം. പിന്നീട് അല്ലാഹുവിന്റെ ദൂതർ സ്വർഗവാതിലായി പരിചയപ്പെടുത്തിയ വളരെ ഒരു പുണ്യകർമ്മമുണ്ട്. അത് നമുക്ക് റമളാനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ഒരാൾ റമളാനിൽ മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അത് ഇവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. ഇവന്റെ പിരടി നരകത്തിൽ നിന്ന് മോചിതമാകാനും കാരണമാകും. പിരടി എന്നുള്ളത് പ്രയോഗമാണ്. അവന്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിതമാകാൻ കാരണമാകും. നോമ്പുകാലത്ത് റമളാനിൽ മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ഈ തുറപ്പിച്ച വ്യക്തിയുടെ പാപങ്ങളൊക്കെ പൊറുക്കും, ഇവൻ നരകത്തിൽ നിന്ന് മോചിതനാകും. നരകത്തിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ഇവൻ നരകം വിധിക്കപ്പെട്ട ആളാവണം, തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ വരിക. എങ്കിൽ അങ്ങനത്തെ കക്ഷിക്ക് പോലും നരകത്തിൽ നിന്ന് മോചനം കിട്ടും. ഇത് മാത്രമല്ല, പ്ലസ് ഇവൻ നോമ്പ് തുറപ്പിച്ച കക്ഷിക്ക് തുറക്കാൻ വന്ന നോമ്പുകാരനുണ്ടല്ലോ, അവന്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലം ഈ തുറപ്പിച്ചയാൾക്കും കിട്ടും. അപ്പൊ ഈ നോമ്പ് തുറക്കാൻ വന്ന നോമ്പ് നോറ്റ ചങ്ങാതിയുടെ കൂലി കുറയൂലേ? നോമ്പ് നോറ്റവന് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെയാണ് അവന് കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലം തുറപ്പിച്ചയാൾക്കും കിട്ടുന്നത്. നോമ്പ് നോറ്റവനെ തുറപ്പിക്കൽ മാത്രമല്ല, അവന്റെ വയറ് നിറപ്പിക്കൽ കൂടി ചെയ്താലോ. നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞത് ഒരു ചോള കാരക്ക കൊടുത്തുകൊണ്ട് നോമ്പ് തുറക്കാം, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം. അങ്ങനെ ചെറുത് മതി. നോമ്പ് തുറപ്പിക്കാന്ന് പറഞ്ഞ ചെറിയത് മതി. അതിനുള്ള പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞത്. അതേ സമയത്ത് പട്ടിണി കിടന്ന വയറിലേക്ക് വയറ് നിറയാൻ ആവശ്യമായ ഭക്ഷണം കൊടുത്താലോ, ആ ഭക്ഷിപ്പിച്ച വ്യക്തിക്ക് അല്ലാഹു തആല കുടിക്കാൻ കൊടുക്കും. മിൻ ഹൗദി, എന്റെ ഹൗദുൽ കൗസർ എന്ന തടാകത്തിൽ നിന്ന് ശുർബത്തൻ, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കും. ലാ യൽമഉ, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹിക്കില്ല. ഹത്താ യദ്ഖുലൽ ജന്ന, ഈ കക്ഷി സ്വർഗ്ഗത്തിൽ കടക്കും വരെ ഒരു ദാഹം ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുകയും അവരെ വയറ് നിറപ്പിക്കുകയും ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം തന്നെ സ്വർഗം. അപ്പൊ നമ്മുടെ മുന്നിൽ വിശുദ്ധ റമളാൻ നോമ്പ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വാതിലാണ്. ആ നോമ്പ് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ക്ഷമ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വാതിലാണ്. ആ റമളാനിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചും വയറ് നിറപ്പിച്ചും നമ്മൾ അവരെ വിശന്നവനെ വിശപ്പകറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ഇതെല്ലാ പുണ്യങ്ങളും നിറഞ്ഞ ഒരു സുവർണാവസരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരമാവധി സ്വർഗം ഉറപ്പിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങളുമായി നന്നായിട്ട് ഇടപഴകി കഴിയുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി കൂടുതൽ തൗഫീഖുകൾ നൽകണം. നന്മ ചെയ്യാനുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തിന്മയിൽ നിന്ന് കൂടുതൽ അകലാനുള്ള തൗഫീഖും നൽകണേ അല്ലാഹ്. ക്ഷമിക്കേണ്ട മേഖലകളിലൊക്കെയും ക്ഷമ കൈക്കൊള്ളാനും നിന്റെ സ്വർഗം സമ്പാദിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.